അള്ളാഹുവിന്റെ സ്വർഗപ്രവേശനം യാഥാർത്ഥ്യമാക്കണം എന്ന ഒരു ലക്ഷ്യത്തിലാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യൻ എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിലും വളരെ ഗൗരവത്തോടു കൂടിയും അതിസൂക്ഷ്മതയോടുകൂടിയും അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളും നാളെ റബ്ബിന്റെ മുൻപിൽ വലിയ അബദ്ധങ്ങളായി നമ്മുടെ നരക കാരണമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് അറിവാവട്ടെ, ഡിഗ്രി ആവട്ടെ, അള്ളാഹു നമുക്ക് നൽകുന്ന ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, എല്ലാം നാളെ റബ്ബിന്റെ മുൻപിൽ ഒരബദ്ധമായി പോകരുത്. ഈ ലോകം ഇതിനേക്കാൾ മനോഹരമായൊരു മറ്റൊരു ലോകത്തെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃഷിയിടമാണ് എന്ന ഒരു ലക്ഷ്യമായിരിക്കണം ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകാറുണ്ട്. ശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയതുപോലെ എണ്ണമെടുക്കാൻ സാധിക്കാത്തത്ര വിശാലമായ, ബൃഹത്തായ, ചെറുതും വലുതുമായിട്ടുള്ള അനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഏതൊരു അനുഗ്രഹവും മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത്, അത് ഏറ്റവും കൂടുതൽ മനുഷ്യന് ഉപകാരപ്പെടുന്നത് തീർച്ചയായും അവന്റെ കുടുംബം ഏറ്റവും സമാധാനത്തോടെ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം. ഉദാഹരണമായി, നമ്മളൊരു 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കി അവിടെ താമസിക്കാൻ നമ്മളെ ഭാര്യ, നമ്മളെ മക്കള് ഇവരാരും ഇല്ലെങ്കിൽ ആ വീട് നമുക്കൊരു പ്രേതാലയമായിട്ടോ അതല്ലെങ്കിൽ ഭയപ്പാടോടുകൂടി മാത്രമേ നമുക്ക് ആ വീടിനെ കാണാനും അവിടെ സമയം ചെലവഴിക്കാനും സാധിക്കുകയുള്ളൂ. നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിക്കുന്നു, വില കൂടിയ വാഹനമാണ്. അതിൻ്റെ ഉള്ളിൽ ഭാര്യ മക്കളും തമ്മിലുള്ള ചിലപ്പോൾ പിണക്കങ്ങളും സന്തോഷങ്ങളും ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് ഏത് ദുനിയാവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തിന്റെയും പൂർണ്ണത നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. മനുഷ്യരെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ വൽ അർഹാം, നിങ്ങൾക്ക് റബ്ബ് നൽകിയിട്ടുള്ള കുടുംബത്തെക്കുറിച്ചും തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള കുടുംബം, ആ കുടുംബത്തിൽ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള പദവി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ജ്യേഷ്ഠനാണ്, അതോടൊപ്പം എൻ്റെ പെങ്ങൾക്ക് ഞാനൊരു അനിയനാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഭർത്താവാണ്, എൻ്റെ മക്കൾക്ക് ഞാനൊരു വാപ്പയാണ്, എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു മകനാണ്, എൻ്റെ അനിയന്മാർക്ക് ഞാനൊരു ജ്യേഷ്ഠനാണ്, എൻ്റെ ഭാര്യ കുടുംബക്കാർക്ക് ഞാൻ അവരുടെ മകളുടെ ഒരു ഭർത്താവാണ്, ഭാര്യന്റെ ആങ്ങളക്ക് അതല്ലെങ്കിൽ സഹോദരന് ഞാനൊരു അളിയനാണ്. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരുപാട് വേഷങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പൂർണ്ണമായ മുഴുവൻ വേഷങ്ങളും ഏറ്റവും മനോഹരമാക്കുന്നവർ ആരാണോ അവരെയാണ് റബ്ബേറെ ഇഷ്ടപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. മകനായിട്ട് നബി തങ്ങൾക്ക് ജീവിക്കാൻ അവസരം കുറവാ. കാരണം ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ മരിച്ചു, 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു. എന്നാലും അദ്ദേഹത്തിന്റെ ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ അന്ന് മക്കയിലുണ്ടായിരുന്ന സർവ്വ വൃത്തികേടുകൾക്കുമെതിരെ മാനസികമായി അകന്ന് നല്ല വിശ്വാസത്തെ മാത്രം മുറുകെ പിടിച്ച് നന്മകളിൽ മുന്നേറി ജീവിച്ചിരുന്ന ഒരു സാധു ചെറുപ്പക്കാരനായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നുള്ളൂ. ആരും നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ട് കുത്തഴിഞ്ഞ ജീവിതം, ആരും ഇനി ഒന്ന് നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ പറ്റ മോശമായിപ്പോയി എന്ന് പറയുന്ന ഒരു ചരിത്രം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നപ്പോൾ ഒരു സമൂഹത്തിന്റെ ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലക്ക് ആ നാട്ടിലെ അൽ അമീനായിട്ടാണ് അദ്ദേഹം പകർന്നാടുന്നത്. ആ സമൂഹത്തിൽ ഓരോ കുടുംബത്തിന്റെയും വേണ്ടപ്പെട്ടവനായി, ഓരോ കുടുംബത്തിലെയും അംഗത്തെ പോലെ പലരും ക്ഷണിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന, ആ നാട്ടിൽ ഏറ്റവും സദാചാര മൂല്യമുള്ള, ഏറ്റവും നന്മയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ജീവി, ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹം മനോഹരമായിട്ടാ ജീവിച്ച്. പിന്നീട് 25-ാമത്തെ വയസ്സിൽ വൈവാഹിക രംഗത്തേക്ക് പ്രവേശിച്ചപ്പോ
അവിടെ നിന്ന് അങ്ങോട്ടുള്ള 25 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഇടക്ക് ഒരു കുറ്റം പോലും ഖദീജ റളിയല്ലാഹു തആല അൻഹാക്ക് നബി തങ്ങളെ പറ്റിയിട്ട് പറയാനുണ്ടായിട്ടില്ല. അതിന്റെ ഇടക്ക് അദ്ദേഹം ഒരു വാപ്പയായി, ഒരു പിതാവെന്ന നിലക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ ലോകത്തൊരു ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും സാധിച്ചിട്ടില്ല. അതിന്റെ ഇടക്ക് അദ്ദേഹത്തിന്റെ എളാപ്പമാരുടെയും മുത്താപ്പാരുടെയും ഇടയിൽ തൗഹീദ് പറയുന്ന ഒരു കുടുംബക്കാരനായി, അതിനേക്കാളേറെ മക്കൾക്ക് നല്ലൊരു വാപ്പയായി, പേരക്കുട്ടികൾക്ക് നല്ലൊരു വല്യുപ്പയായി, ഭാര്യമാർക്ക് നല്ലൊരു ഭർത്താവായി, ജീവിതത്തിലെ അള്ളാഹു കൊടുത്ത ഏത് വേഷവും വളരെ ഭംഗിയായി ഒരാൾക്കും ഒരു കുറ്റം പറയാനില്ലാത്ത നിലക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വാക്കുണ്ട്. റബ്ബ് നമുക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ഏത് ബന്ധങ്ങളാണോ, ഹലാലായ ഏത് സ്ഥാനമാണോ, തീർച്ചയായും അതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആ ബന്ധങ്ങളെ മനോഹരമാക്കുന്നവരെയാണ് റബ്ബേറെ ഇഷ്ടപ്പെടുന്നതും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചാവർത്തിച്ച് മദീനത്തെ പള്ളിയിൽ ഓർമ്മപ്പെടുത്തിയതും അതാണ്. അപ്പം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ച വാക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊരുള് അലൈഹിന്ന ഹക്കുന്ന, നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്ക് എന്തുണ്ട്? ഭാരിച്ച കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ നബി തങ്ങൾ ഓതിക്കൊടുത്ത ആയത്തുകളിൽ പല സന്ദർഭത്തിലും പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, അതൊരു താക്കീദിന്റെ സ്വരത്തിൽ. കാത്തി റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ചവർ, അവർക്കൊരിക്കലും റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുടുംബത്തെ സ്വർഗത്തിൽ എത്തിക്കണം എന്നുള്ള അടങ്ങാനാവാത്ത പ്രതീക്ഷയോടുകൂടിയ തന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു നിമിഷത്തിൽ പോലും സ്വന്തം എളാപ്പാന്റെ അരികിൽ ചെന്ന് കുലിയ അമ്മില ഇലാഹ ഇല്ലല്ലാ, എളാപ്പ ഒന്നുങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയോ, കുടുംബമായിട്ടൊന്ന് കാണാനാണ്, കുടുംബമായിട്ടൊന്ന് റബ്ബിന്റെ സ്വർഗത്തിലെത്താനാണ് എന്ന് കണ്ണീരോടെ പറയുന്ന ഒരു രംഗമുണ്ട്. കാരണം അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന സഹോദരി സ്ത്രീ ഇസ്ലാമിക ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരുന്ന ആദ്യ കാലഘട്ടത്തിലെ ആ വനിത പ്രവാചകന്റെ ഒരു പൊറ്റുമ്മയായിരുന്നു എന്നാണ്. അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത്ത് അസദ് ലോകത്തിന്റെ നബിത്തങ്ങൾക്ക് ഉമ്മയില്ലാത്ത വേദന അറിയിക്കാതെ വളർത്തിയ ഫാത്തിമ ബിൻത്ത് അസദ്. അതുകൊണ്ട് ആ ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ റസൂലുൽ ആദ്യം വിശ്വസിച്ചവരിൽപ്പെട്ടവരാ. അതിനുശേഷം ഫാത്തിമ ബിൻത്ത് അസദ് മരണപ്പെട്ട സമയത്ത് ആ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് കണ്ണീരോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖബറേ, എന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുത് ട്ടോ. അതിനുശേഷം ഖബറിലേക്ക് മയ്യത്തിറക്കി വെച്ച സമയത്ത് ആ ഖബറിലേക്ക് മുട്ടുകുത്തി നിന്ന് റബ്ബിനോട് പറയുന്നുണ്ട്, റബ്ബേ, എന്റെ ഉമ്മയെ ഖബറെന്ന ലോകത്ത് നീ സങ്കടപ്പെടുത്തരുത്, ഉമ്മയുടെ ചോദ്യങ്ങൾ നീ എളുപ്പമാക്കുകയും ആ ഉമ്മായെ സ്വർഗ കവാടം കൊണ്ട് നീ ആദരിക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ നബി കൊടുക്കുന്ന ബന്ധങ്ങളുടെ ഏറ്റവും മഹത്തമായ ഒരു സന്ദേശമാണത്. പല സമയത്തും ഹാഷിം കുടുംബത്തിൽപ്പെട്ടവരും ഖുറൈശ് കുടുംബത്തിൽപ്പെട്ടവരും അള്ളാഹുവിന്റെ പ്രവാചകനെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോ, പല പ്രയാസങ്ങളും നേർക്ക് നേരെ അല്ലാതെ അവര് വരുത്തുമ്പോ കണ്ണീരോടെ നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഖുറൈശ് ഗോത്രങ്ങളെ, കുടുംബങ്ങളെ ഞാൻ നിങ്ങളോട് ചെയ്തത്? ഏകനായൊരു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുകയല്ലാതെ ഒരാളെ കുടുംബത്തെക്കുറിച്ച് തെറി പറയുകയോ അവരോട് കുടുംബപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ വലിയ പക വെച്ച് നടക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടായിരുന്നു അബൂ സുഫിയാൻ ആദ്യ കാലഘട്ടത്തിൽ കൊടിയ ശത്രുവായിരുന്നു. അതേ അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹാനെ പ്രവാചകൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവസാനം മദീനയിലേക്ക് അബൂ സുഫിയാൻ വരുമ്പോ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹാനെ കാണാൻ വേണ്ടി കയറി വരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ തടഞ്ഞിട്ടില്ല. മകളെ കണ്ട് തിരിച്ചു പോകുന്ന അബൂ സുഫിയാനെ നബി തങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും അർത്ഥത്തിൽ അദ്ദേഹത്തെ കിട്ടിയ അവസരത്തിൽ ഒന്ന് പരിഹസിക്കാനോ ഏതെങ്കിലും രീതിയിൽ ഒന്ന് കുറ്റപ്പെടുത്താനോ മെനക്കെട്ടിട്ടില്ല. എന്നാൽ അതേ സ്ഥാനത്ത് അബൂ സുഫിയാൻ അടക്കമുള്ള ഖുറൈശ് ഗോത്രത്തിലെ വിശ്വാസത്തിൽ പരാജയം സംഭവിച്ച ആളുകളെ കൃത്യമായി സമയം കണ്ടെത്തി കൃത്യമായ നസീഹത്തോടുകൂടി അവരെ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് പൊതുവെ നമ്മൾ എന്താ പറയാന്ന് പറഞ്ഞാൽ, റബ്ബിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൊക്കെ കുടുംബക്കാര് സെറ്റായിരിക്കും, റബ്ബിന് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ കുടുംബക്കാര് സെറ്റായിരിക്കും. ഉദാഹരണമായിട്ട്
ഒരു കല്യാണം വരിക, അതിൽ ഇന്ന കല്യാണം വേണം, അത് മഞ്ഞ വേണം പച്ച വേണം എന്നൊക്കെ പറയുമ്പോൾ വലിയ ദീനും ദുനിയാവും പടച്ചോന്റെ ആഹാരമൊക്കെ പ്രതീക്ഷിച്ച് നടക്കുന്നവരും മഞ്ഞയും വാങ്ങി വരും, ചുവപ്പും വാങ്ങി വരും, കറുപ്പും വാങ്ങി വരും. അവിടെ നമുക്ക് ഗാനമേളക്ക് ഹലാല, അവിടെ നമുക്ക് ബാക്കി എല്ലാ വൃത്തികേടിനും ഹലാല. നമ്മളൊക്കെ കാണലില്ലേ ഇപ്പൊ ഇസ്ലാമിക ലോകത്ത് യാതൊരുവിധ രീതിയിലും ചേർക്കപ്പെടാൻ പറ്റാത്ത ഈ വിവാഹം നിശ്ചയിക്കപ്പെട്ട പെണ്ണിന്റെ വീട്ടിലേക്ക് വലിയ ഗോപുരങ്ങള്, മിഠായി ഗോപുരങ്ങൾ കൊണ്ടുവന്ന് മുന്നിൽ വെക്കുന്നോട്ട് പർദ്ദയും മഫ്ത ചെയ്യാം, ബേക്കിലുള്ളവര് ചുരിദാറും മഫ്ത ചെയ്യാം. അപ്പൊ റബ്ബിന് ഇഷ്ടപ്പെടാത്തതിൽ നമ്മൾ ഭയങ്കര ഐക്യ. റബ്ബിന് ഇഷ്ടപ്പെട്ട അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നമ്മൾ ഇവിടെ അങ്ങനെ ഒരു ഏർപ്പാട് വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും എതിരാകുകയും ചെയ്യും. അവിടെ നമ്മൾ ചിന്തിക്കുന്ന കുടുംബക്കാര് മോശം വിചാരിച്ചാലോ, കുടുംബക്കാര് പ്രശ്നമാക്കിയാലോ, ചിലപ്പോൾ നമ്മളിപ്പം വലിയ ദീനികളാണ് എന്നൊക്കെ കുടുംബക്കാർക്ക് തോന്നിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതിനെ നമ്മൾ പിന്തുടരുകയും ചെയ്യും. റബ്ബിന് ഇഷ്ടമുള്ളതിനെ പതുക്കെ നമ്മൾ മാറ്റിയൊക്കെ ചെയ്യും. സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താ? റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് റബ്ബിന് ഇഷ്ടമല്ലാത്ത കാര്യത്തിൽ മാറിക്കുകയും ചെയ്യും. അതെത്ര വലിയ കുടുംബക്കാരാണെങ്കിലും ശരി. അതിന്റെ അർത്ഥം കുടുംബബന്ധം മുറിച്ചു കളഞ്ഞുവെന്നോ, അവരോട് പ്രവാചകൻ ആ അർത്ഥത്തിൽ പെരുമാറിയെന്നോ, പിന്നെ അവരെ കാണുമ്പോൾ മുഖം ചുളിച്ചുവെന്നോ, അവരോട് വെറുപ്പോടെ ഇല്ല, നസീഹത്തോടു കൂടി കൃത്യമായ ധാരണയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഇടപെടുന്നുണ്ട്. അവനവന് സൂചിപ്പിക്കാൻ പറ്റുന്ന സന്ദർഭത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരോടും പറയേണ്ട സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ റബ്ബിന്റെ ദീന് നടപ്പിലാക്കുക എന്നുള്ളത് പ്രസംഗിക്കുന്ന മൗലവിമാരുടെയും ഖുതുബ പറയുന്ന മൗലവിമാരുടെയും ഉത്തരവാദിത്തമല്ല. നമ്മളെ കുടുംബത്തിൽ നമുക്ക് അള്ളാഹിന്റെ ദീന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കുടുംബത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മളോടായിരിക്കും. നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്ന ബോധത്തിലായിരിക്കണം നമ്മളെ കുടുംബത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിൽ പാർക്കാൻ വേണ്ടി വന്നു, കൂടാൻ വേണ്ടി വന്നു. നമ്മൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഉമ്മാന്റെ പുരയെ കൂടാൻ പോയി, വാപ്പന്റെ വീട്ടിൽ കൂടാൻ പോയി, വെക്കേഷൻ എന്നൊക്കെ പറയുന്ന മാതിരി ഇബ്നു ഉമർ ഇങ്ങനെ ചോദിക്കുകയാണ്, നബിയെ ഞാൻ നിങ്ങളെ കൂടെ കൂടാൻ പറ്റേ? ചെറിയ കുട്ടിയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം കൊടുത്തു. അങ്ങനെ അനുവാദം കൊടുത്ത സമയത്ത് രാത്രി ഇബ്നു ഉമർ ഇങ്ങനെ എന്തോ ഒരു ശബ്ദം കേട്ടി നോക്കുമ്പോ ആ മരം കൊച്ചുന്ന തണുപ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു എടുക്കുക. അപ്പൊ ഇബ്നു ഉമർ ചോദിക്കും, നബിയെ നമ്മൾ ഇശാ നമസ്കരിച്ചതല്ലേ, പിന്നെന്തിനാ താങ്കൾ ഒളു എടുക്കുന്നത്? അപ്പൊ പുഞ്ചിരിയോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മോനെ ഇബ്നു ഉമറെ, ഇതെന്റെ റബ്ബ് എന്നോട് സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയമാണ്. ഏഴാൻ ആകാശത്ത് നിന്ന് റബ്ബ് ഒന്നാം ആകാശത്തേക്ക് വരികയും രണ്ട് കരങ്ങളും അടിമകൾക്ക് നേരെ നീട്ടി സൽ നിങ്ങൾ ചോദിക്കുൻ എന്ന് ആ ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ചോദ്യത്തിന് വേണ്ടി, അതല്ലെങ്കിൽ എന്റെ ചോദ്യത്തിന് വേണ്ടി റബ്ബ് കാത്തിരിക്കുന്ന ആ നിമിഷമാണ് മോനെ എന്ന് കേൾക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എങ്കിൽ പ്രവാചകരെ ഞാനും എന്റെ റബ്ബിനോടൊന്ന് സംസാരിക്കട്ടെ. പിന്നീട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മരണം വരെ എന്റെ ഹബീബിൽ നിന്നും ഞാൻ കണ്ട ആ മാതൃക എന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു എന്നല്ലാതെ ഞാൻ അത് ഉപേക്ഷിച്ചിട്ടില്ല. നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയങ്ങളാ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളിൽ പലർക്കും ദീനിന്റെ കേൾവിക്കുറവില്ല. കുടുംബത്തിലും ഇല്ല, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ഇല്ല. ഭാര്യ എങ്ങനെയാവണം, ഭർത്താവ് എങ്ങനെയാവണം, ഒരു കുടുംബം എങ്ങനെയാവണം, വാപ്പനെ എങ്ങനെ നോക്കണം, ഉമ്മനെ എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഈ സഹാബത്ത് ചെയ്തതുപോലെ സ്വന്തം കുടുംബത്തിലേക്ക് അത് ചേർത്ത് നിർത്തുന്നിടത്ത് നമ്മൾ പരാജയം, നമ്മൾ വലിയ അബദ്ധങ്ങൾ. കാരണം നമുക്കത് നമ്മളിലേക്ക് ചേർത്ത്, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയലുണ്ട്, ഇപ്പോ ചില നാടുകളിലൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ മഹലിലൊക്കെ മസ്ലഹത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയൊക്കെ അതിന്റെ ആള്. അപ്പൊ കുടുംബത്തിൽ 5ഉം 6ഉം മക്കളൊക്കെ ഉള്ള ഒരു വാപ്പയും ഉമ്മയും ഒക്കെ ഇങ്ങനെ പ്രശ്നമാണ്, വാപ്പക്കും ഉമ്മക്കും വലിയ ബുദ്ധിമുട്ടാണ്, ആരും നോക്കാനില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോ ഇളയോന്റെ വീട്ടിലായിരിക്കും ചിലപ്പോൾ ഉമ്മയും വാപ്പയും. കാരണം തറവാട് പൊളിച്ച് അവിടെ നിൽക്കുമ്പോ ഇളയോന്റെ ഭാര്യയായിട്ട് ഒത്തുപോണില്ല എന്നൊക്കെ കേട്ട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കല്ല വേറെ ആരും വരലില്ലേ, വാപ്പനെയും ഉമ്മനെയൊക്കെ ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ബാക്കിയുള്ള മക്കൾ ആരെങ്കിലും വരാറില്ലേ? അപ്പം വാപ്പന്റെ പറയും ആരും വരൂല. എന്താ? വന്നാ ഓല് പെട്ട് ഞങ്ങളെ കൊണ്ടുപോകേണ്ടി വരും. എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇവിടെ ഉള്ളവര് പറയെന്താ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അതുകൊണ്ട് തന്നെ വലിയ അഭിപ്രായം ഒന്നും പറയൂല, വരേയില്ല.
എപ്പോഴെങ്കിലും ഒരു 10 100 ആരെങ്കിലും കൊടുത്തു വിട്ടാലായില്ലേ, അങ്ങാടിയിൽ നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങി ആരെങ്കിലും ഇങ്ങോട്ട് കൊടുത്തു വിടും. ഇവിടെ വന്നാ പ്രശ്നമായി. വന്നാ പിന്നെ ഇളയവന്റെ ഭാര്യ പറയുന്നത് കേൾക്കേണ്ടി വരും. അതോടുകൂടി ഇമ്മനെയും കൊണ്ടച്ചു പോകേണ്ടി വരും. മൂപ്പനും ഒരു മാസം നോക്കാൻ കൊണ്ടുപോകേണ്ടി വരും. പോയാൽ അഭിപ്രായം പറഞ്ഞാൽ തലയിലാകുമെന്നുള്ള പേടിയോണ്ട് വലിയ അഭിപ്രായം ഒന്നും പറയാണ്ട് എപ്പോഴെങ്കിലും ഒരു 1000 500 അയച്ചു കൊടുത്തിട്ടും, എപ്പോഴെങ്കിലും ഒരു പെരുന്നാൾ വരുമ്പോൾ ഒരു പർദ്ദയും തുണി വാങ്ങി കൊടുത്തിട്ടും, അല്ലെങ്കിൽ നല്ലൊരു മീൻ കഷ്ണമൊക്കെ കിട്ടുമ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയച്ചിട്ടും, വേറെ എവിടെയെങ്കിലുള്ള ഭക്ഷണം എന്തെങ്കിലും ഓർഡർ ചെയ്ത് ഓൺലൈനിൽ വീട്ടിലെത്തിച്ചിട്ടും, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈവിട്ട് കളയുന്ന, അതല്ലെങ്കിൽ അള്ളാന്റെ ദീനിനോട് യാതൊരുവിധ പ്രതിപത്തിയും കാണിക്കാത്ത, സ്വന്തം കുടുംബത്തോട് കാണിക്കേണ്ട മര്യാദ പോലും കാണിക്കാത്തവരുണ്ട്. അപ്പൊ മനുഷ്യരുടെ പൊതുവേ ഉള്ള പ്രകൃതം എന്താന്ന് ചോദിച്ചാൽ, അള്ളാന്റെ ദീനിനെ കുടുംബത്തോട് ചേർത്ത് നിർത്തുന്നിടത്ത് നമ്മൾ വലിയ അബദ്ധങ്ങളായി പോവുക. അവിടെ ചേർത്ത് നിർത്തുന്ന സമയത്താണ് ഏതൊരു കുടുംബത്തിലും പടച്ചോന്റെ ബർക്കത്ത് ഉണ്ടാവുക എന്നും അവർക്കൊരു മനസമാധാനത്തോടെ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ഇബ്നു ഉമറിനോട് നബി തങ്ങൾ മറ്റൊരിക്കൽ പറയുന്നുണ്ട്, മോനെ കൈയിട്ട് ഇങ്ങനെ പരതല്ലേ, വക്കുൽ മിമ്മായി വക്കുൽ സെമില്ല, നീ അള്ളാല് ബിസ്മിയല്ലേ, എന്നിട്ട് എന്റെ ഭാഗത്തുനിന്ന് കഴിക്ക്, നീ ജഗബോഗ കളിക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് റസൂലുള്ള കൊടുക്കുന്ന ഒരു കുടുംബത്തെ ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. പട്ടിണി കിടന്ന് സങ്കടം കൊണ്ട് തോളിൽ വെള്ളം എടുത്ത് വൃണായ ശരീരവും കയ്യിൽ മാവ് കുഴച്ച് കൈ രണ്ടും ഇങ്ങനെ തയമ്പ് കെട്ടിയ വ്രണപ്പെട്ട കയ്യും കാണിച്ചിട്ട് ഫാത്തിമ ബിബി ഒരിക്കൽ പറഞ്ഞു, വാപ്പേ നിങ്ങൾ കണ്ടില്ലേ, പ്രവാചകന്റെ മകളുടെ കയ്യാണത്, ജോലി ചെയ്ത് തയമ്പിച്ചിട്ട് കൈ അനക്കാൻ വയ്യ, അതുകൊണ്ട് നിങ്ങളുടെ ഒനീമത്വ സ്വത്തിൽ നിന്നും കിട്ടിയതിന്റെ കണക്ക് വെച്ച് എനിക്കൊരു വേലക്കാരിയെ, ഒരടിമയെ അല്ലെങ്കിൽ ഒരു വേലക്കാരിയെ, ഒരു ഹിദ്മത്ത് ചെയ്യാനുള്ള ഒരു ആരെങ്കിലും എനിക്കൊന്ന് നിങ്ങൾ ആക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറേ സ്വത്തുക്കള് ഒനീമത്ത് സ്വത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. യുദ്ധത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയവരും യുദ്ധാർജിത സ്വത്തുക്കളും കിട്ടിയതൊന്നും അള്ളാന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല, സാധുക്കൾക്ക് വീതിച്ചു കൊടുത്തതാ. ഇത് കേട്ടപ്പോ റസൂലുള്ള പുഞ്ചിരിയോടെ പറയുന്നുണ്ട്, മോളെ എനിക്ക് അതിനേക്കാളും ഗുണമുള്ളൂ ബാപ്പ പറഞ്ഞുതരാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇനി അത് ചെല്ലിയാ മതി, എനിക്ക് ഈ കയ്യിന്റെ തഴമ്പും കയ്യിന്റെ വേദനയൊക്കെ ദുനിയാവിൽ 10 60 70 കൊല്ലം അനുഭവിച്ചാൽ മതി. ഒരിക്കലും അവസാനിക്കാത്ത റബ്ബിന്റെ മഹ്ശറ ലോകത്തേക്ക് എനിക്ക് ഗുണമുള്ളത് ഉണ്ടാക്കാനാ വന്നതെങ്കിൽ ഈ കയ്യിന്റെ അടിയിലുള്ള ചെറിയ തഴമ്പും വ്രണവും കണ്ടിട്ട് ഇനി ബേജാറാവില്ലട്ടോ മോളെ എന്ന് അള്ളാന്റെ നബി കൊടുക്കുന്ന ഒരു മനോഹരമായ ഒരു ഉപദേശമുണ്ട് കുടുംബത്തില്. അതായത് കുടുംബത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാതൊരു കാർക്കശ്യവും ഇല്ലാതെ, വെറുപ്പിക്കലുകളില്ലാതെ, യാതൊരുവിധ നിർബന്ധ ബുദ്ധിയും ഇല്ലാതെ മക്കളെ മനസ്സിലേക്കും ഭാര്യയുടെ മനസ്സിലേക്കും കൃത്യമായിട്ട് ദീനിന്റെ ചിന്തകൾ ഇട്ടു കൊടുക്കുക. ഇന്ന് ചിലര് പറയാറുണ്ട് ഭർത്താക്കന്മാരെ പറ്റി, നാള് നല്ല ദീനൊക്കെയാ, പക്ഷെ വാ തുറന്ന് ഉപദേശം തുടങ്ങിയാൽ ഒരു സ്വൈര്യം തരൂല. അത് ഉപദേശം കൊണ്ടൊരു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ എങ്ങനെയാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചരിത്രത്തിലുണ്ടോ? ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ ഏത് സമയം കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഇനി ആയിഷ റളിയല്ലാഹു തആല സഫിയ റളിയല്ലാഹു തആലന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം റസൂലിന്റെ കൈമന്ന് തട്ടിത്തെറിപ്പിച്ചു നമ്മൾ കേട്ടിട്ടുണ്ട്. പൊട്ടിപ്പോയ പാത്രങ്ങൾ എടുത്തു വെക്കുമ്പോൾ കണ്ണീരോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബി നിന്നോട് ദേഷ്യപ്പെട്ടൂടെ? റസൂലുള്ള പുഞ്ചിരിയോടെ പറയും, ആയിഷ പാത്രം സഫിയയുടേതാ, ഒരുപക്ഷെ സഫിയ അത് ക്ഷമിച്ചേക്കും, കാരണം ദുനിയാവിൽ ഒരു ചെറിയ പാത്രം. പക്ഷേ ആയിഷ, നീ ആ തട്ടിക്കളഞ്ഞ ഭക്ഷണത്തിന്റെ വിലയും അതിന്റെ ഗൗരവവും നീ പടച്ചോനോട് പറഞ്ഞിട്ടോ, ഞാൻ അതിൽ പെടൂല. എത്ര മനോഹരമായിട്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തെ ഒരുക്കുന്നത് നോക്കിങ്ങള്. അള്ളാഹു പറഞ്ഞൊരു നിശ്ചയാണത്. എങ്ങനെ? നിങ്ങൾക്ക് റബ്ബിന്റെ മുൻപിൽ നിങ്ങളെ കുടുംബത്തെ കാണണോ? നമ്മളില്ലാതെ എന്ത് സ്വർഗം? നമ്മളെ മക്കളില്ലാതെ നമുക്കെന്ത് സ്വർഗം? നമ്മളെ ഇണയില്ലാതെ നമുക്കെന്ത് സ്വർഗം? നമുക്കെന്ത് സമാധാനം കിട്ടുക? നാളെ റബ്ബിന്റെ മഹ്ശറയിലെത്തുമ്പോ നമ്മുടെ ഒറ്റക്ക് മഹ്ശറയിൽ നിന്ന് സ്വർഗത്ത് കയറി പോകുന്ന ഒരു രംഗങ്ങൾ ആലോചിച്ച് നോക്കി. ആരും ഇല്ലാണ്ട്, നമുക്ക് അത്രയും പ്രിയപ്പെട്ട ദുനിയാവിൽ പടച്ചോൻ തന്നവരിൽ ആരും ഇല്ലാതെ നമ്മൾ മാത്രം പടച്ചോന്റെ സ്വർഗത്തേക്ക് കയറിപ്പോണ് സഹിക്കാൻ പറ്റൂ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് കപ്പലുണ്ടാക്കാൻ പറഞ്ഞു മലന്റെ മുകളിൽ വെച്ച്. നൂഹ് നബി കപ്പലുണ്ടാക്കുമ്പം കളിയാക്കിയവരെ കൂട്ടത്തിൽ മകനും ഉണ്ട്. അവസാനം വെള്ളം കൊണ്ട് പൊന്തി, മലമുകളിലേക്ക് വെള്ളം പൊന്തി, കപ്പല് വെള്ളത്തിൽ കൂടെ അങ്ങനെ ആടി ഒലഞ്ഞു പോകുമ്പോൾ മകൻ ശ്വാസം മുട്ടി വെള്ളം കുടിക്കുക. അള്ളാന്റെ കൽപ്പന വന്നു, നൂഹേ
റബ്ബിന്റെ കൽപ്പന പ്രകാരമുള്ള ആളുകൾ ഇങ്ങനെ അതിൽ കയറ്റിക്കും. നൂഹ് നബി ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറ്റുകയാണ്, റബ്ബ് കൽപ്പന കൊടുത്തോലെ. ആ സമയത്ത് ആ മകൻ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടുന്നത് കാണുന്നത്. നൂഹ് നബി റബ്ബിനോട് പറയുന്നുണ്ട്, റബ്ബേ യാ വിനീ, എന്റെ മോഹനാണ്, എന്റെ സ്വന്തം ചോരയാണ് റബ്ബേ. അപ്പൊ റബ്ബ് തിരിച്ചു പറയുന്നുണ്ട്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നൂഹേ ഓൻ എന്റെ കുടുംബത്തിൽ പെട്ടോനല്ല, എന്റെ മോൻ എന്റെ കുടുംബത്തിൽ പെട്ടോനല്ല നൂഹേ, അതുകൊണ്ട് എനക്ക് ഓനെ കപ്പലിൽ കയറ്റാൻ അവകാശമല്ല എന്ന് റബ്ബ് പറയുന്നുണ്ടെങ്കിൽ റബ്ബ് അവിടെ പരിഗണിച്ചത് എന്ത് ബന്ധ? ആദർശ ബന്ധ, രക്തബന്ധല്ല. രക്തബന്ധായില്ലെങ്കിൽ പടച്ചോൻ എന്ത് പറയാ? ശരിയാ, ഈ എന്റെ ഊക്കുണ്ടായ ഒരു ചോരയാണല്ലോ, എങ്ങനെങ്കിലും ഇങ്ങോട്ട് കഴിച്ചിലാക്കി രക്ഷപ്പെടുത്തിക്കോന്ന പടച്ചോൻ പറഞ്ഞത്. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽ ചേർക്കാൻ നിന്റെ മകന് പര്യാപ്തനല്ല. അപ്പൊ റബ്ബ് പോലും ഒരു മനുഷ്യനെ ആഹാരത്തിൽ പരിഗണിക്കുന്നത്, ദുനിയാവിൽ പരിഗണിച്ച് ആഹാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് കുടുംബ ബന്ധത്തിനനുസരിച്ചാ. ആ ബന്ധം ആദർശ ബന്ധ. ആ ആദർശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കൃത്യമായ പടച്ച റബ്ബിന്റെ ദീനനുസരിച്ച് മുൻപോട്ട് ജീവിക്കുന്ന ചുറ്റുപാടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങള്, നമ്മൾ കൊടുക്കേണ്ട കൃത്യമായ ചിട്ടകള്, അതിന്ന് കൊടുക്കേണ്ട ഒരു കാലഘട്ടം നമ്മളെ കൺമുൻപില്. അത്രയേറെ ലിബറൽ ചിന്തകൾ നമ്മളെ മക്കളുടെ മനസ്സുകളിലേക്ക് കുത്തിവെച്ചതിന്റെ പരിണിത ഫലമാണ് ഒരു ഭാഗത്ത് ലിബറലിസവും മറുഭാഗത്ത് നിരീശ്വരവാദവും അതിനേക്കാൾ വലിയ ഭയാനകമായ നിലക്ക് ഈ സമൂഹത്തിനിടയിൽ ലഹരിയും പടർന്നു പിടിക്കാനുള്ള കാരണം. യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന വാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ വരിക? ലിബറലിസം എന്നുള്ള വാക്കിന്റെ നിർവചനം എന്താ വരിക? ജീവിതം ആസ്വദിക്കുക. ഒരു മതത്തിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴേ മനുഷ്യൻ മനുഷ്യനായി മാറുന്നുള്ളൂ, അല്ലേ? ഞാൻ എന്തുകൊണ്ടാ കള്ളു കുടിക്കാത്തത്? എന്റെ വാപ്പ പറഞ്ഞല്ല മോനെ കള്ള് ഹറാമാണ്. എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു, ഹറമ അലൈക്കുമുൽ ഖംരി വൽ മൈസിരി, കള്ളും ചൂതാട്ടും എനിക്ക് നിഷിദ്ധ. അതുകൊണ്ട് ഞാൻ കള്ളു കുടിക്കുന്നില്ല. ശരി, ആ മതവിശ്വാസം ഞാൻ ഒഴിവാക്കി, ഞാൻ പൊളിച്ചാന്ന്, എനിക്ക് മതം വേണ്ടാന്ന് വെച്ചു. അതല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാ മാന്യമായ വസ്ത്രം ധരിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാ പുരുഷൻ എന്ന ഞാൻ പുരുഷന്റെ സ്ത്രൈണതക്കനുസരിച്ച് അതല്ലെങ്കിൽ പുരുഷത്വത്തിനനുസരിച്ച് ജീവിക്കുന്നത്? റബ്ബിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും ആണാണെങ്കിൽ പെണ്ണിനോട് വേഷം കെട്ടരുത്. ശരി, ആ പ്രവാചകന്റെ മതത്തെയും ഖുർആനിനെയും ഞാൻ തള്ളിയെന്ന് കരുതുക, പിന്നെ എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, എനിക്ക് കള്ളുടിക്കാം. കാരണം മതത്തിന്റെ ഒരു ബാന്ധവന്റെ മേലില്ല, എനിക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം, ഒരു ബാന്ധവന്റെ മേലില്ല. എനിക്ക് ഏത് ഇഷ്ടത്തിനനുസരിച്ചും ജീവിക്കാം, പ്രവാചകന്റെ കൗലുകളുടെ ഭാണ്ഡവന്റെ മേലില്ല. ആ ചിന്തയിലേക്കാണ് ഇവിടത്തെ ലിബറലുകൾ നമ്മളെ മക്കളെ കൊണ്ടുപോയത്. അതിനവര് കൊടുത്തുവെച്ചത് നിങ്ങൾ ചിന്തിക്കണ്ട, ഓരോന്നോരോന്നും അവർ കുത്തിപ്പൊക്കിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയിപ്പിച്ച് അത് പൊതുസമൂഹത്തിൽ ചർച്ചക്ക് വരുത്തി ഇസ്ലാമിനെ വെറുപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആണിനോട് പെണ്ണിനോട് പറഞ്ഞു, ഈ ഒരിക്കലും ആണിന്റെ മേലെ തായാവാൻ പാടില്ല, ആണിന്റെ മേലെ പോണം, ഈക്വൽ മെന്റാലിറ്റി വരണം. ആണിന്റെ മേലെ പോണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടൂല. എന്നാൽ ആണിന്റെ ഈക്വൽ ആയിട്ട് വരണം. അതുകൊണ്ട് ആണ് ധരിക്കുന്ന പാന്റ് എനിക്കിടണം, ആണ് ധരിക്കുന്ന കുപ്പായ ഇടണം. എന്താ ആണുങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേകത എന്ന് ആ ലിബറൽ ചിന്ത അവർ കുത്തിവെച്ചപ്പോ, അത് സമൂഹത്തിൽ ചർച്ചയായപ്പോ ഇന്നത്തെ കൗമാരങ്ങൾക്ക് തോന്നി, ശരിയാണല്ലോ, എന്താ ആൺകുട്ടിക്ക് മാത്രമൊക്കെ എങ്ങനെ, ഞാള് പാന്റ് കൊടുത്താൽ എന്താ കേറൂലേ എന്ന മതവെറുപ്പാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ലിബറലിസത്തിന്റെ മറവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മതവെറുപ്പാ, മതത്തോടുള്ള അവഗണനയാ. വൈവാഹിക ജീവിതത്തിന്റെ പോരായ്മകൾ മാത്രം ഊതിപ്പെരുപ്പിച്ച് വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ആണിന്റെ ചൊൽപ്പടിക്ക് നിൽക്കലാണെന്ന് ചില ആളുകൾ ബോധ്യപ്പെടുത്തി. അങ്ങനെയല്ലല്ലോ ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ എന്ന പ്രയോഗം പോലും നടത്തിയിട്ടില്ല. ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് ഭരിക്കേണ്ടവൻ. നബി തങ്ങൾ ഒരിക്കൽ പോലും അത് നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പ്രയോഗം ഇസ്ലാം നടത്തിയിട്ടില്ല. എന്നാൽ ഇവിടെയുള്ള ജൂതരും അതേ രീതിയിലുള്ള ഈ ബ്രാഹ്മണന്മാരും അതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ ജാതീയതയിലുള്ള പ്രയോഗമാണ് ഭാര്യ എന്നുള്ള പ്രയോഗം. വീട്ടിന്റെ അകത്തേ ഇരിക്കാൻ പാടുള്ളൂ, ഉമ്മറത്തേക്ക് വരാൻ പാടില്ല, മാറുമറയ്ക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ദുഷിച്ച ചിന്തയിൽ നിന്നും ഉത്ഭവിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, അടിമയാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ വാക്കാൽ പ്രയോഗിക്കപ്പെട്ടതാണ് ഭാര്യ എന്നുള്ളത്, ഭരിക്കപ്പെടേണ്ടവൾ എന്നുള്ളത്. ഇസ്ലാം അങ്ങനെയല്ല പ്രയോഗിച്ചത്. നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് എന്താ? വിവാഹത്തിന്റെ ആദ്യ ഒരു പെണ്ണിനെ കൈപിടിക്കുന്ന ഒരാണിനോട് ഖുർആൻ പോലും പരിചയപ്പെടുത്തി, വമിൻ ആയാത്തിഹി, നീ അറിയേണ്ടത് നിന്നെപ്പോലെ പടച്ചോൻ ആകാശം പോലെ ഭൂമി പോലെ
നിനക്ക് കാണിച്ചു തരുന്ന ഒരു ദൃഷ്ടാന്താണ് എന്റെ പെണ്ണ്. കാരണം നീ അവൾക്ക് കൊടുക്കേണ്ട ആദ്യത്തെ പരിഗണന അവള് നിന്നെ പോലെയുള്ള ഒരു പെണ്ണാണ്, മലക്കല്ല, ജിന്നല്ല, മറ്റൊരു ലോക സൃഷ്ടിയുമല്ല. നിന്നെപ്പോലെ മനസ്സുള്ള, നിന്നെപ്പോലെ കണ്ണുള്ള, നിന്നെപ്പോലെ കരളുള്ള, നിന്നെപ്പോലെ മനസ്സ് വേദനിക്കുന്ന, നിന്നെപ്പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പങ്കുവെക്കുന്ന ഒരു പെണ്ണാണ് എന്ന പ്രയോഗമാണ് റബ്ബ് ആദ്യം നടത്തിയത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ. എത്ര മനോഹരായിട്ടാ റബ്ബ് ആ കുടുംബത്തെ സംവിധാനിക്കുന്നത് നോക്കിങ്ങള്. ആ തിരിച്ചറിവ് നേടുന്ന കെട്ടിയാൽ മതി എന്ന് റബ്ബ് പറഞ്ഞു. ആ തിരിച്ചറിവ് നേടുന്നില്ല, വെറും പെണ്ണിനെ ഭോഗവസ്തുവായിട്ട് കാണുകയാണോ? ഓക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ഞാൻ അധ്വാനിച്ചിന്റെ ഭാര്യനെയും മക്കളെയും നോക്കണം എന്നുള്ള പൂതി ഓനില്ലേ? വെറും ലൈംഗിക സുഖം മാത്രമാണ് ഓൻ ആഗ്രഹിക്കുന്നത്. കെട്ടരുത് എന്ന് ഇസ്ലാം പറയുന്നത്. നീ നോമ്പ് പറ്റാ മതി. എന്റെ തൃഷ്ണത, തീവ്രത ഒന്ന് അടക്കി പിടിക്കാൻ നീ നോമ്പ് പറ്റാ മതി എന്നാ പറയുന്നത്. ആ മഹത്തായ ഒരു സന്ദേശം ലോകത്തിന് ഓതിക്കൊടുത്ത ഇസ്ലാമിന്റെ ഏറ്റവും പരിപാവനമായ വിവാഹ സങ്കല്പത്തെ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെ ലിബറലുകളും നിരീശ്വരവാദികളും നിരങ്ങാമെന്ന്. കാരണം നിരീശ്വരവാദികൾക്ക് അതിന് ഉത്തരമുണ്ട്. എങ്ങനെ? വൈവാഹിക ബന്ധത്തിൽ നിന്നും പെൺകുട്ടികൾ ഒളിച്ചോടിയ പിന്നെ സ്വാഭാവികമായും അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിശുദ്ധ മാർഗം അവർ തേടും. അങ്ങനെ വന്നതാ ലിവിങ് ടുഗദറുകൾ, അങ്ങനെ വന്നതാ ഡേറ്റിങ്ങുകൾ, അങ്ങനെ വന്നതാ ബെസ്റ്റികൾ വരെ. അതിൽ ആനന്ദം കണ്ടെത്തുന്ന നിരീശ്വരവാദികളുണ്ട്. ഞാൻ എന്തുകൊണ്ടാ ബെസ്റ്റിയിൽ ആനന്ദം കണ്ടെത്താത്ത? ഞാൻ എന്തുകൊണ്ടാ ലിവിങ് ടുഗദർ നടത്താത്ത? ഞാൻ മതവിശ്വാസിയാ, എന്റെ വിശ്വാസത്തിന് അതിനെതിരാണ്. എന്തുകൊണ്ടാ ഞാൻ ഇങ്ങനെ ആർഭാടത്തിന്റെ മേലങ്കി കാണിക്കാത്ത വിവാഹത്തിൽ? ഞാൻ വിശ്വാസിയാ. ഇതില്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തു തോന്നിയാസവും നടക്കും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നാടിനെ കൊണ്ടുപോകുമ്പോൾ നമ്മളെ കുടുംബത്തിലേക്ക് കൃത്യമായൊരു ചിട്ടയോടുകൂടി റബ്ബിന്റെ ദീനിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കാൻ സമയം നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ദുനിയാവിൽ പടച്ചോൻ തന്ന ഏറ്റവും വലിയ നിഅമത്തായ ജീവിക്കാൻ നമ്മളെ മോഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന നമ്മളെ മക്കൾ നാളെ പടച്ചോന്റെ അടുത്ത് നമുക്ക് വലിയ ബാധ്യതയായി, ശത്രുവായി റബ്ബിന്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെടും. അവര് നമ്മളെ പറ്റി പരാതി പറയും, കുറ്റം പറയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഈ തിരക്ക് പിടിച്ച പ്രൊഫഷണൽ മേഖലകളിലൊക്കെ അവനവന്റെ ജീവിത ഉത്തരവാദിത്വത്തോടൊപ്പം ഭൗതികതക്കും വേണ്ടി അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്കൊക്കെ പലപ്പോഴും അബദ്ധം പറ്റുന്നത് അവിടെയാണ്. അവനവന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് നമ്മൾ അകലുകയും എപ്പോഴോ എങ്ങനെയോ കിട്ടുന്ന അല്പജ്ഞാനത്തിന് വേണ്ടി മാത്രം മക്കള് തയ്യാറാവുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ഭയാനകമായ അവസ്ഥയിലേക്ക് എത്തിച്ച്. കേരളത്തിൽ ഏതാനും ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക് മുൻപ് ഒരമ്മയെ ഒരു ചെറുപ്പക്കാരൻ കൊന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ട് അടുത്ത ലക്ഷ്യം എന്റെ അച്ഛനാണ്. അതിന്റെ മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തെ നടുക്കിക്കൊണ്ട് 6ഓളം പേരെ ഒരു ചങ്ങായി വകവരുത്തിയത്. അദ്ദേഹം ഭയങ്കര ബിരുദധാരിയാണ്, വലിയ വിദ്യാഭ്യാസം നേടിയവനാ. നമ്മൾ ഇന്ന് പറയാറില്ലേ, വലിയ വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്ന മക്കളൊക്കെ പിന്നീട് ലഹരിക്ക് കീഴ്പ്പെട്ട് പിടിക്കപ്പെടുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത്ഭുതത്തോടെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ 3-ാം വർഷക്കായ കുട്ടികൾ ലഹരിന്റെ പേരിൽ പിടിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം മതത്തിൽ നിന്നുള്ള ഒരു സമാധാനം അവർക്ക് നഷ്ടപ്പെടുകയും മതവിശ്വാസം ഒരു കുറച്ചിലായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ ദീനിന്റെ ആളാണ്, ഞാൻ പ്രോഫ്കോണിനൊക്കെ പോവും, ഞാൻ MSMയിലെ പരിപാടിക്കൊക്കെ നിൽക്കും, ഞാൻ ഞങ്ങളെ ഈ ഒരു ദീനീപരമായ ഒരു ചുറ്റുപാടിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പോലും സ്വയം പോരായ്മയായി അല്ലെങ്കിൽ ഒരു അവജ്ഞതയോടെ അവൻ കാണുകയും പകരം രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ സാമൂഹികമായ അത്തരത്തിലുള്ള ചില കമ്പനിക്കൂട്ടുകളിലും അവർ പെട്ടുപോയതിന്റെ ഫലമാണ്. അല്ലാണ്ട് യാതൊരു മാറ്റവും അല്ല. രക്ഷിതാക്കൾ മോശമായതുകൊണ്ടല്ല, മറ്റേതെങ്കിലും അർത്ഥത്തില് അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അവസ്ഥയിൽ മാറി വന്നതുകൊണ്ടല്ല. കാരണം ഇത് ദീനിന്റെ ഒരു ചുറ്റുപാടിലേക്ക് നിസ്കാരവും നോമ്പൊക്കെ. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, കോഴിക്കോടാവട്ടെ ഏത് ക്യാമ്പസുകളിലാണെങ്കിലും എത്ര മുസ്ലിം കുട്ടികളുണ്ട്. നമ്മളെ പ്രോഫ്കോണുകളിലായാലും ഇനി കോഴിക്കോട് ഞാൻ തന്നെ ചിലപ്പോൾ പങ്കെടുക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചില ക്ലാസ്സുകളൊക്കെ ക്യാമ്പസുകളിൽ. ഇപ്പൊ ഫാറൂഖ് കോളേജിൽ ഞാൻ പോകലുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പൊറ്റമല പള്ളിയിൽ വെച്ച് ഞാൻ ഒരിക്കൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, 9-10 കുട്ടികൾ. കാരണം മറ്റുള്ളവർക്ക് തോന്നുക ഇതിലേക്കൊക്കെ വന്നാൽ പിന്നെ ഞാനൊരു ദീനിയായി പോവാണ്. ആ ദീനിയാവലാണ് മോനെ എന്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ചില രക്ഷിതാക്കളും പരാജയപ്പെടുക. എന്റെ മകനെടുക്കുന്ന ഒരു ഓപ്പറേഷന്റെ പിന്നിൽ ഒരു കുടുംബത്തിന്റെ കണ്ണീരുണ്ടെന്നും ആ കുടുംബത്തിന്റെ ജീവനാടി ഉണ്ടെന്നും ആ കുടുംബത്തിന്റെ നെടുന്തൂണാണെന്നും ബോധ്യത്തോടു കൂടി കൈവെക്കുന്ന ഒരു മകനിൽ നിന്ന്
ആ കൈകൊണ്ട് ആ മനുഷ്യനിലേക്ക് ആശ്വാസം എത്തുമ്പോ അതിന്റെ കൂലി പോകുന്നത് ആ മകന് വേണ്ടി ത്യാഗം ചെയ്ത് പണം ഉണ്ടാക്കി പഠിപ്പിച്ച രക്ഷിതാക്കൾക്കും കൂടിയാ. അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, തിരിച്ചറിവുണ്ടാവണം. അതുകൊണ്ട് അവനവന്റെ കുടുംബത്തിലേക്കൊക്കെ നമ്മളൊന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം. ബന്ധങ്ങൾ നമ്മൾ കാരണം മറ്റൊരാൾ വേദനിക്കാത്ത നിലക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പരിഗണിക്കണം. എല്ലാവരും പരിഗണിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. കുടുംബത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷം എവിടെയാ? പരിഗണനയാ. എല്ലാവരെയും നിങ്ങൾ പരിഗണന ആഗ്രഹിക്കലില്ലേ? ഈ കേൾക്കുന്ന എന്റെ വാക്ക് കേൾക്കുന്ന നമ്മളൊക്കെ പരിഗണന ആഗ്രഹിക്കാറില്ലേ? ഞാൻ പരിഗണന ആഗ്രഹിക്കാറില്ലേ? ഞാനിപ്പോ ഒരു നിക്കാഹിന്റെ വേദിയിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരാളിനെ പരിഗണിക്കാതിരുന്ന് എനിക്ക് മനസ്സിലൊരു വിഷമം തോന്നും. കാരണം അവര് വിളിച്ചിട്ടാണല്ലോ ഞാൻ പോയത്, പക്ഷെ അവർക്ക് യാതൊരു മൈൻഡും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നിങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ, നാലാളെ മുൻപിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഒരാളെ മുൻപിൽ ഇങ്ങനെ നിന്ന് ഒന്ന് ചിരിക്കാൻ നോക്കുമ്പോൾ അയാൾ പരിഗണിച്ചിട്ടില്ല, എത്ര വേദന ഉണ്ടാവും. ഞാൻ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ മനോഹരമായിട്ട് ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഏകദേശം അവസാനിപ്പിക്കാം. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാ. അന്ന് ഉമർ 21 പ്രവിശ്യകളെ ഏകോപിപ്പിച്ച് ഭരിക്കുക. മക്കുണ്ട്, മദീന ഉണ്ട്, ഷാമുണ്ട്, എത്യോപ്യ ഉണ്ട്, സിറിയ ഉണ്ട്. അതായത് ഉമറിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ഇങ്ങനെ വളർന്നല്ലോ. ആ വളർന്ന് പന്തലിച്ച ഒരു സമയത്ത് സ്ഥിരമായി മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് ഉമർ എത്തും. എല്ലാ ഭക്തിനും എത്തും, ചിലപ്പോൾ ചില ഭക്തിന് വേറെ പള്ളിയിലായിരിക്കും. സുബഹി നിസ്കാരത്തിന് ഉമർ മദീനത്തെ പള്ളിയിലെത്തും. ആ പള്ളിയിൽ ഉമർ റളിയല്ലാഹു ഇങ്ങനെ വന്നിരിക്കുമ്പോ സാധാരണ ആ പള്ളി കാണുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുന്നില്ല. അപ്പൊ ഉമർ പിറ്റേന്ന് കരുതും അന്നുണ്ടാവില്ല, എന്തോ ആയിരിക്കാം. പിറ്റേന്ന് നോക്കും, പിറ്റേന്ന് പോലില്ല. മൂന്നാമത്തെ ദിവസവും ആ ചെറുപ്പക്കാരനെ കാണാതായപ്പോ അവിടെയുള്ള സഹാബാക്കളോട് ഉമർ ചോദിച്ചു, ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നല്ലോ, അവനെവിടെ? അപ്പൊ ചോദ്യം കേട്ട സഹാബാക്കൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി, ഒരാക്കിയ ചിരിയൊക്കെ, ഒരു 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 കുറവാക്കിയ ചിരി. ഉമർ ചോദിച്ചു, പറ, എന്തേ അവന് പറ്റിയേ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഉമറെ, അവനെ പറ്റി നിങ്ങൾ ചോദിക്കണ്ട, വിട്ടേക്ക്, ഓനെ പറ്റി നിങ്ങൾ ചോദിക്കണ്ട. ഉമർ പറഞ്ഞു, അതല്ലല്ലോ, എന്താ ഉണ്ടായത് നിങ്ങൾ പറ. അപ്പൊ അവര് പറഞ്ഞു, ഉമറെ, ഓൻ ഷാമെന്ന് വന്നതായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചു, ഭയങ്കര മുത്തക്കേറ്റ് ജീവിച്ചു, പിന്നെ ഓന്റെ കൂട്ടുകെട്ടൊക്കെ മോശമായി, പിന്നെ ഓന്റെ സ്വഭാവം മാറി, വീണ്ടും കുടിയൊക്കെ തുടങ്ങി, അതോടുകൂടി ഓന്റെ നാട്ടിൽ തന്നെ തിരിച്ചു പോയതാ. എന്നിട്ട് ഇവര് പറഞ്ഞു, ഉമറെ, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലര്, അതുകൊണ്ട് പോയി നശിക്കട്ടെ, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണ്ട, ഇസ്ലാമിനിപ്പോ എന്തോ കുഴപ്പമുണ്ടോ, ഇത്ര ആൾ ഇസ്ലാമിലേക്ക് വന്നു, ഇതും പറഞ്ഞ് അവരൊക്കെ അങ്ങ് എഴുന്നേറ്റ്. പക്ഷെ ഉമർ റളിയല്ലാഹുവിന് വലിയ സങ്കടമായി. ഉമർ റളിയല്ലാഹു പെട്ടെന്ന് ആ പള്ളീന്റെ പിൻഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, സഹോദര, എനിക്ക് വേണ്ടിയിട്ട് താങ്കളൊന്ന് ഷാമ് വരെ പോകുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയിക്കോളാം ഉമറെ. എന്നിട്ട് ഉമർ റളിയല്ലാഹു ഒരു കത്ത് എഴുതി. ആ കത്തിൽ ആകെ 2 ലൈനേ ഉള്ളൂ. ഒന്നാമത്തെ ലൈൻ ഇങ്ങനെയാ, മിൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന്. അല്ലാണ്ട് മിൻ അമീറത്തുൽ മുസ്ലിമീന്നോ ഇതൊന്നുമില്ല. ഒരു ഖലീഫ എന്നുള്ള പവർ ഒന്നും ഇല്ലാതെ വെറും ഖത്താബിന്റെ മകൻ ഉമർ എഴുതുന്നത്, ഇത്രേ ഉള്ളൂ. എന്നിട്ട് അടിയിൽ ഒരൊറ്റ ലൈനും. എന്നിട്ട് ആ എഴുത്തു കൊടുത്തിട്ട് ചെറുപ്പക്കാരനോട് പറഞ്ഞു, താങ്കൾ ഷാമിൽ പോണം, എവിടെയാണോ ആ മനുഷ്യൻ അയാളെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ഇത് കൊടുക്കണം. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ മൈലുകളോളം യാത്ര ചെയ്ത് ഷാമിലെത്തി. പല ഭാഗത്തും അന്വേഷിച്ചു, ഇയാളെ കാണുന്നില്ല. അവസാനം ഒരു കൂട്ടര് പറഞ്ഞു, വീണ്ടും അവൻ കുടിയനായതുകൊണ്ട് കള്ളുഷാപ്പ് കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിക്കും. അങ്ങനെ ഈ മനുഷ്യൻ കുറെ കള്ളുഷാപ്പ് ഇങ്ങനെ കയറി അവസാനം ഒരു കള്ളുഷാപ്പിലെ നിരത്തി വെച്ച കോപ്പകൾക്ക് മുൻപിൽ കുടിക്കാൻ ഒരുങ്ങി ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. കുറെ കൂട്ടുകാരും ചുറ്റുപാടും ഉണ്ടാവും. ഉടനെ തന്നെ ആ മനുഷ്യൻ തലയുയർത്തി ചോദിക്കും, ഈ കൂട്ടത്തിൽ ആരാണ് ഇന്ന വ്യക്തി? അപ്പൊ എല്ലാരും പറയുക, ആ പാത്രത്തിന്റെ നടുവിൽ നിൽക്കണേ. ആ മനുഷ്യൻ തലയുയർത്തി ചോദിക്കും, ആരാ? അദ്ദേഹം പറയും, മിൻ മദീന, മദീനയിൽ നിന്ന് വരികയാണ്. വീണ്ടും ചോദിക്കും, മദീനയിൽ നിന്നോ? ആർക്ക് വേണ്ടി? ആര് പറഞ്ഞിട്ട്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മിൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ പറഞ്ഞിട്ട് വന്നതാ. അപ്പൊ ഈ കുടിക്കാൻ ഇരുന്ന വ്യക്തി ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റ് ചോദിച്ചു, മിൻ ഉമർ, ഉമർ പറയേ? അപ്പൊ ഉമറിനെ അറിയോ? ഉമറിനെ അറിയോ? ഉമർ പറഞ്ഞിട്ടാണോ നിങ്ങൾ വരുന്നത്? അതെ, ഉമർ വന്നിട്ടാണ്. അപ്പോ എന്തിനാ വന്ന്? താങ്കൾക്കൊരു എഴുത്തുണ്ട്, ഉമർ തന്നതാ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഉമർ തരിയേ? ഇന്നെ ഉമർ അറിയൂലല്ലോ. ഉമറിന്റെ മുഖത്തേക്ക് നോക്കിയതോ? ഉമറിനെ അറിയോ? ആ എഴുത്ത് തരൂന്ന് അറിയും. എഴുത്ത് വായിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്, ഒറ്റ ലൈനേ ഉണ്ടാവും, ഗാഫിറുദ് ദംബി വഖാബിലി തൗബി വശദീദുൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ.
ഇത്രയേ ഉള്ളൂ ആയത്ത്. ഒരൊറ്റ ലൈൻ. ആ ലൈനും കൊണ്ട് വായിച്ചതോടുകൂടി ഈ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴിഞ്ഞു. ചുറ്റുഭാഗത്തുള്ളവരൊക്കെ പറഞ്ഞു, എന്തേ കുടിച്ചോ? അവൻ പറഞ്ഞു, ഇല്ല, ഉമർ എന്നെ പരിഗണിച്ചിരിക്കുന്നു. ഉമർ എന്നെ പരിഗണിച്ചിട്ടുണ്ട്. ഇക്കണ്ട 21 പ്രവിശ്യകൾക്കിടയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരുടെ നേതാവായ ഉമർ എന്നെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. അത് ഈ ആയത്തിൽ എനിക്ക് മനസ്സിലായി. എന്താ ആയത്തിന്റെ നിർവചനം? ഗാഫിറുദ്ദംബി, റബ്ബേറെ പാപം പൊറുക്കുന്നവനാ. സൂചനയാണ്, എനിക്ക് പറ്റിയതൊക്കെ പറ്റിപ്പോയിക്കോട്ടെ, പടച്ചോൻ പൊറുക്കാൻ റെഡിയാ. വഖാബിലി തൗബി, താങ്കൾ ഖേദിച്ചു മടങ്ങിയാൽ അത് ഏറ്റവും വേഗം സ്വീകരിക്കുന്നവനും നിങ്ങളുടെ റബ്ബ. അതിനുശേഷം മൂന്നാമത്തെ ഒരു വാക്കുണ്ട്, വശദീദുൽ ഇഖാബ്, ദിത്തൊയ്ലി, താങ്കൾ പിന്മാറാൻ ഒരുക്കമില്ലെങ്കിൽ കഠിനമായ പ്രതികാരം നിർവഹിക്കുന്നവനും നിന്റെ റബ്ബാണ്. ഉമർ പ്രതികാരം ചെയ്യൂല, പക്ഷെ നിന്റെ റബ്ബ് നിന്നെ പ്രതികാരം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. കഠിനമായി റബ്ബ് നിന്നെ ശിക്ഷിച്ചേക്കാം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹുവ, ആ റബ്ബല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് എല്ലാവരുടെയും അടക്കം. ഇനി എന്ത് കുതിര കഴിച്ചാലും, ഇനി എത്ര കുടിച്ചു കൂത്താടിയാലും അവസാനം പോണ്ടത് എന്നെ പറഞ്ഞയച്ച റബ്ബിന്റെ അടുത്തേക്ക് തന്നെയാണ്. ഈ ആയത്തും കൊണ്ട് വായിച്ചപ്പോഴേക്കും ആ മനുഷ്യന്റെ ഉള്ളു പടഞ്ഞു. അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു, ഉമർ എന്നെ പരിഗണിച്ചു. ഉമർ എന്നെ റബ്ബിനെ ബോധ്യപ്പെടുത്തി തന്നു. അതുകൊണ്ട് എന്റെ ഉമറിന്റെ കൂടെ ഇക്കണ്ട മനുഷ്യർക്കിടയിൽ നിന്ന് ഉമർ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഉമർ പറയുന്നതാണ് ശരി, അതുകൊണ്ട് ഞാൻ മദീനയിലേക്ക് മടങ്ങുക. അതായത് ഒരൊറ്റ ആയത്ത് ഉമർ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അത് ഉമറാണ് ബോധ്യപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോഴും എന്റെ ഉമർ എന്നെ പരിഗണിച്ചിരിക്കുന്നു, എന്റെ ഉമർ എന്നെ ഗുണദോഷിച്ചിരിക്കുന്നു, എന്റെ ഉമർ എന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന കണ്ണീരോടെ അദ്ദേഹം മദീനയിലേക്ക് കൂടി വരിക. പിന്നീട് മരണം വരെ അദ്ദേഹം ഉമർ ബിൻ ഖത്താബിന്റെ കൂടെ ഹിദമത്ത് ചെയ്ത് കൂടെ കൂടിയ ഒരു പരിഗണനയാണ് മനുഷ്യനെ മാറ്റുന്നത്. ആ പരിഗണനയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. നമ്മളെ മാതാപിതാക്കൾ ആ പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്, കാരണം അവര് നമുക്ക് വേണ്ടി ജീവിച്ചവരാ. ആ പരിഗണന മക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, കാരണം നമ്മൾ അവരെ ജനിപ്പിച്ചവരാ. ആ പരിഗണന ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ വിശ്വസിച്ച് പോന്നവളാ. കുടുംബത്തെ പരിഗണിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ടവർ എൻ്റെ കുടുംബമാണ് എന്നും അത് കഴിഞ്ഞിട്ടെങ്കിൽ ബാക്കിയുള്ളൂ ചിന്തിക്കണം. എൻ്റെ പ്രൊഫഷൻ, എൻ്റെ കൂട്ടുകാര്, ഇന്നൊക്കെ ചിലപ്പോ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അത് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചില ഭാര്യമാരൊക്കെ കണ്ണീരോടെ പറയും, എൻ്റെ +2 ടീമിന്റെ കൂടെ ടൂറ്, പിന്നത്തെ ഒരു 4 ദിവസം പോലെ ഡിഗ്രി ടീമിന്റെ കൂടെ ടൂറ്, അവസാനം പോകുന്നതിന്റെ തലേന്നപ്പം മോൻ എൻ്റെ അടുത്തൊന്ന് കിടക്കുക എന്ന് പറയുന്നവരുണ്ട്. അതല്ലെങ്കിൽ അവനാന്റെ ജോലി കഴിഞ്ഞാലും വെറുതെ ചുറ്റിത്തിരിഞ്ഞ് ചായയും കുടിച്ച്, ചായ കുടിക്കാൻ പോകുമ്പോ ഞാൻ പറയലുണ്ട് പ്രസംഗത്തിൽ, നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ആടെ തന്നെ കുടിക്കണമെന്നൊന്നുമില്ല, വീട്ടിൽ വന്നിട്ട് പെണ്ണുങ്ങളെയും മക്കളെ ഒന്ന് കൂട്ടി റോഡിന്റെ സൈഡിൽ പോയിട്ട് ഒരു ചായ കുടിച്ചാ, നമ്മൾ പറയാറുണ്ട്, കൂടെ കുടിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആകുമ്പോഴാണ് ആ പൈസക്കും ആ ചെലവാക്കലിനൊക്കെ നമുക്കൊരു വർക്കത്തുണ്ടാകുക. അഫ്ളലു ദീനാറൻ, ചെലവാക്കുന്നതിൽ ഏറ്റവും നല്ല പൈസ ഏതാ? അൽ അഹിയാലിഹി, നിങ്ങളെ മക്കൾക്കും അൽ അഹിലിഹി, നിങ്ങളെ കുടുംബത്തിനും ചെലവാക്കുന്ന. ചിലര് പുറത്തൊക്കെ വാരിത്ത്, പക്ഷെ ചിലര് പറയും അവനാന്റെ പെണ്ണുങ്ങളെ പുറത്തുണ്ടായ ഒരു സ്വൈര്യം തരൂല. അത് ഭാര്യമാരും ചിന്തിക്കണം. അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോകുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാ, ആവശ്യങ്ങളും കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ഒരുപാട് റിസ്ക് എടുത്തിട്ടും സ്ട്രെസ് എടുത്തിട്ടും, ഇപ്പൊ നമ്മളൊക്കെ പറയാറുണ്ടേ, നമ്മൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ, അപ്പൊ ഞാക്ക് കിട്ടുന്ന ഇത് പറഞ്ഞിട്ടേ, സ്കൂളിന്റെ സ്ട്രെസ് ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരുതെന്നും വീട്ടിന്റെ സ്ട്രെസ് ഒരിക്കലും സ്കൂളിലേക്ക് കൊണ്ടുവരുതെന്നും പറയുന്നത് പോലെയാ. കാരണം രണ്ട് സ്ഥലത്തും പ്രതീക്ഷിക്കുന്നത് രണ്ടു കൂട്ടരും നമ്മളെ ഹൈറ് മാത്രം. ആ സ്ട്രെസ് നമ്മളെ ഉള്ളിലുള്ളത് പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം കുടുംബത്തോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതാ. അപ്പൊ നമ്മളെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, സമയം ദീർഘിച്ചു എന്ന് എനിക്കറിയാം, റസൂലുള്ളാഹിക്ക് സ്ട്രെസ് ഇല്ലാഞ്ഞിട്ടാ. നമ്മക്കൊന്നുമില്ലെങ്കിൽ മക്കയും മദീനയും ഭരിക്കേണ്ടി അത്രയൊന്നും പ്രയാസമല്ലല്ലോ. പല ഭാഗത്തുനിന്നും ശത്രുപട, ഇരു ഭാഗത്തുനിന്ന് റോമൻ പട, പ്രവാചകനാവട്ടെ പട്ടിണിയിൽ, സഹാബാക്കളാവട്ടെ ഭക്ഷണം ഇല്ലാണ്ട് കരയുന്ന സമയം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാ കുടുംബത്തിന് സമയം കൊടുത്ത്? റസൂലുള്ളാഹിക്ക് ഓരോ ഇഞ്ച് ടു ഇഞ്ചും അറിയായിരുന്നു എന്നാണ്. സഫിയ ബീവി നല്ലോണം ഫുഡ് ഉണ്ടാക്കുന്നോൾ, അതുകൊണ്ട് റസൂൽ നേരത്തെ പോകും. എന്തിന്? സഫിയന്റെ കൂടെ അടുക്കളയിൽ കയറാൻ. ആയിഷ ബീവിക്ക് നേരെ മറിച്ച ഓട് അങ്ങനെ കളിക്കാൻ അതിന് ഇഷ്ടം. അതുകൊണ്ട് റസൂലുള്ള വേഗം പള്ളി കഴിഞ്ഞാൽ കളിക്കാൻ വരും. മദീന പള്ളിന്റെ സൈഡില് മൽഅബു ആയിഷത്തുർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. 1895 മദീന പള്ളി വികസിപ്പിച്ചപ്പോ സൗദി ഗവൺമെന്റ് മനസ്സില്ലാ മനസ്സോടെ അത് പൊളിച്ചു മാറ്റിയുന്ന ആ ഒരു സ്ഥലം മൽഅബ്, കളിസ്ഥലം എന്നതിന് പറയാം. ആരെ കളിസ്ഥലം? ആയിഷാന്റെയും റസൂലിന്റെയും കളിസ്ഥലം. അവര് കളിക്കാറുണ്ടായിരുന്നു വൈകുന്നേരം ഇശാ നിസ്കാരം കഴിഞ്ഞാൽ. ചില ദിവസം റസൂലുള്ള നേരം വൈകും. ആരെങ്കിലും കച്ചവടക്കാരൊക്കെ മദീനത്തെ പള്ളിയിൽ വരുമ്പോ അള്ളാഹുവിന്റെ നബി തങ്ങള് നേരം വൈകും. അതോടെ ആയിഷ ബീവിക്ക് ഇങ്ങനെ സങ്കടം മൂക്കും. തിരിച്ച് റസൂൽ ഇങ്ങനെ വരുമ്പോ ആയിഷ ബീബി എന്തോ ഒന്ന് ചോദിക്കും. അതായത് എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞാൽ റസൂൽ മനസ്സിലാവും ആയിഷ ദേഷ്യത്തിലാണോ സങ്കടത്തിലാണോ. അപ്പൊ റസൂൽ ഒരിക്കൽ പറഞ്ഞു, എനിക്കറിയാം ആയിഷ നീ ദേഷ്യത്തിലാണ്. ആയിഷ പറഞ്ഞു, ഞാൻ കാണിച്ചില്ലായിരുന്നു നബി, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ എന്നോട് ഇപ്പൊ പറഞ്ഞല്ലോ, വവല്ലാഹി ബിറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബായ അള്ളാഹുവാണെ സത്യം എന്നാ ഇനി തുടക്കത്തിൽ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എന്റെ മുഹമ്മദിന്റെ പേര് പറയാൻ വലിയ മടിയുണ്ട് എന്ന്. എനിക്കറിയാം ആയിഷ ഇനി ദേഷ്യത്തിലാണ്. കാരണം എനിക്ക് ഹാപ്പി ഉണ്ടെങ്കിൽ, സന്തോഷവതിയാണെങ്കിൽ എന്താ പറയാന്നറിയോ? വല്ലാഹി ബി റബ്ബി മുഹമ്മദ് എന്നാ പറയല്. നോക്കി, മൈന്യൂട്ടായിട്ടുള്ള വളരെ ലഘുവായിട്ടുള്ള ഒരു പ്രയോഗമാണ്. പക്ഷെ അള്ളാന്റെ ഹബീബിന് അത് മനസ്സിലായിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന ആയിഷ ബീവിക്ക് ഒന്ന് പുറത്തു പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിനെ കൂട്ടിയിട്ട് എത്യോപ്യക്കാർ അഭ്യാസം നടത്തുന്നുണ്ട്. ആയിഷ എനിക്ക് കാണണമെന്ന് ചോദിച്ചു കൂട്ടിക്കൊണ്ടുവന്ന്. എന്നാൽ അതേ പ്രവാചകൻ സമൂഹത്തിൽ ആക്ഷേപിക്കപ്പെടുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി മടിക്കടത്തി ആശ്വാസവാക്ക് പറഞ്ഞ് ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ റസൂലിനുണ്ടായ ഒരു സന്തോഷമുണ്ട്. അതാ ജീവിതം. മരണക്കിടക്കയിൽ പ്രവാചകൻ കണ്ണീരോടെ യാത്ര ചോദിക്കുന്ന സമയത്ത് ആയിഷ ബീബി ചെയ്തു കൊടുക്കുന്നത് റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. പല്ലേപ്പിച്ചു കൊടുക്കുക, തണുത്ത വെള്ളം കൊണ്ട് തടവി കൊടുക്കുക, റസൂലിന്റെ താടിയുടെ ഉള്ളിൽ കൂടെ അങ്ങനെ വിരലോടിച്ച് പതുക്കെ അങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക. അതൊക്കെ ആയിഷ ബീവിക്കും അറിയാം. നമ്മൾ എന്താന്ന് ചോദിച്ചാ, മരിച്ച് കല്ലറന്റെ മുമ്പിൽ എത്തുമ്പോഴാണ് അയാൾ പറയുക, എന്തൊക്കെയോ ആഗ്രഹമുള്ളവളായിരുന്നു, എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞ മൗലവി ഞാൻ പെണ്ണുങ്ങളെ പേരിൽ ഒരു പള്ളി എടുക്കട്ടെ എന്ന് വിചാരിക്കുക, അല്ല യത്തീംഖാനയിലേക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് കരുതുക എന്ന് പറഞ്ഞാൽ അതിലെന്താ അർത്ഥമുള്ളത്? മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ചിലർ അനുശോചനം കൊടുക്കുന്ന മാതിരിയാ. നാട്ടിൽ വേണ്ടപ്പെട്ടവനും അങ്ങേയറ്റം ധനാഢ്യനും അങ്ങേയറ്റം ദാനശീലനും അങ്ങേയറ്റം നന്മ സ്വഭാവക്കാരനുമായെന്നൊക്കെ പറഞ്ഞിട്ട് എന്തേലും ഗുണമുള്ളത്? അയാൾക്ക് വേണ്ടി ദ്വാരിക്കുക, പടച്ചോനെ അയാളെ കൊണ്ട് കുറെ മനുഷ്യന്മാർ നന്നായി പോയിട്ടുണ്ട്, അയാളെ കൊണ്ട് കുറെ കുടുംബം കഞ്ഞി കുടിച്ചിട്ടുണ്ട്, അയാളെ സാമ്പത്തികത്തിലും കുടുംബത്തിലും ഇനി സമാധാനം കൊടുക്കുക റബ്ബേ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനന്തര സ്വത്താണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന്. അതുകൊണ്ട് ആ ഭരിച്ചെടുക്കുന്ന ഭർത്താവിനെ പറ്റി ഭാര്യ നല്ലത് പറഞ്ഞാൽ പടച്ചോൻ അയാളെ സ്വർഗത്തിലാക്കാൻ എല്ലാ ശ്രമവും നടത്തും. ഭാര്യനെ പറ്റി ഭർത്താവ് പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 വാതിലും തുറന്ന് പടച്ചോൻ അവളെ കാത്തുവെക്കും. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ ഇണയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. നിങ്ങളിൽ ഏറ്റവും നല്ല സ്ത്രീ ഭർത്താവിനെ അനുസരിക്കുകയും അയാൾ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ ഇന്ന് പൊതുവെ എന്താന്ന് വെച്ചാൽ ഈ തൂക്കൊപ്പിക്കുക എല്ലാവരും. ഞാനും നിങ്ങളെ മാതിരി തന്നെയാണ്. ഇപ്പൊ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് പെണ്ണുങ്ങൾ പറയാണ്, ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് രാവിലെ ഫുള്ള് പണിയെടുത്ത് കഷ്ടപ്പാടാണ്. അപ്പൊ അയാൾ എന്താ ചോദിക്കാൻ അറിയോ? എന്താ ഇപ്പൊ ഞാൻ വെറുതെ എന്നതാ, ഞാൻ കഷ്ടപ്പെട്ടല്ലേ വരുന്നത്? അതോടുകൂടി പിന്നെ അടിയാവും. ഇതേപോലെ തന്നെ ചില ഭർത്താക്കന്മാർ പറയും, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ, അല്ലേ എനിക്കതിൽ ലേശം ഒരു മുളക് കുറച്ചുകൂടായിരുന്നോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇപ്പിട്ടൂടായിരുന്നോ, അല്ലെ അതൊന്നിങ്ങനെ ഉള്ളി ഒന്ന് ലേശം ഇങ്ങനെ ഒന്ന് വാട്ടിക്കൂടായെന്ന് ചോദിച്ചാൽ ഉടനെ ഓള് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുക ചെയ്യുക, നിങ്ങൾക്ക് എന്തുണ്ടാക്കി തന്നാലും കുറ്റാണ്. അവിടെ സൂചനകളാ കൊടുക്കുന്നത്. ഒരു പക്ഷെ ഇനി അടുത്തയിലേക്ക് മാറാൻ, അല്ലാണ്ട് ഇതിനി മാറ്റാനാവില്ല എന്ന് അയാൾക്കും ഉറപ്പാ. ആ സൂചനകൾ ഒരു പക്ഷെ നന്മക്കാവും. അടുത്തേ നിങ്ങൾ പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തു നോക്കി നിൽക്ക, അതങ്ങനെ കേടായി പോയത്, ഞാൻ കുറച്ചധികമായി പോയി, ഇനി രണ്ടിന്റെ ഇടക്ക് ഞാൻ ഇടാന്ന് പറയുമ്പോൾ അത് തമ്മിലുള്ള സംസാരങ്ങൾ, തമ്മിലുള്ള മനസ്സ് തുറന്ന പെരുമാറ്റങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കാനല്ലാത്ത സന്തോഷത്തിന്റെ വാക്കുകൾ, ഇതാണ് കുടുംബം. അവിടെ ആര് ദേഷ്യം കാണിക്കുന്നോ, അമിതമായ വാശി കാണിക്കുന്നോ, അതോടുകൂടി കുടുംബം പൊളിഞ്ഞു തുടങ്ങും. കുടുംബം അല്ലാണ്ട് പിന്നെ നമ്മൾ കോടികൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ ചില മനുഷ്യന്മാര്, നാളെ കോഴിക്കോട് നിങ്ങൾ കണ്ടില്ലേ, കോടീശ്വരനായാണ് അവസാനം ഹോസ്പിറ്റലിൽ പോയപ്പോ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഒപ്പിടാൻ പറഞ്ഞപ്പോ ഭാര്യയില്ല മക്കളും ഇല്ല. അവസാനം ആടുള്ള ആരെങ്കിലോടൊക്കെ പറഞ്ഞ അയാൾ ഒപ്പിടിച്ച് അയാൾ ഓപ്പറേഷൻ നടത്തി, പക്ഷെ സക്സസ് ആയില്ലാന്ന്.
മരിച്ചപ്പം ബോഡി ഏറ്റുവാങ്ങാൻ ഒപ്പിടാനും ആരുമില്ല. മക്കളുണ്ട്, ഭാര്യയുണ്ട്, ആയ കാലത്ത് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. പണം സമാധാനാവണം, കുടുംബം കൂടെ ഉണ്ടാവണം. വീട് സന്തോഷാവണം, കുടുംബം കൂടെ ഉണ്ടാവണം. എന്തിന്? സൗന്ദര്യം സന്തോഷാവണം, കുടുംബം കൂടെ ഉണ്ടാവണം. എല്ലാം ഒപ്പിച്ചു കൊണ്ടുപോകുമ്പോഴാണ് നമ്മളെ ജീവിതം. നമ്മൾ അതിന് വന്നോല, അല്ലാണ്ട് അള്ളാന്റെ ദുനിയാവ് വെട്ടിപ്പിടിച്ച് തിരിച്ചു പോകാൻ വന്നോലല്ല. ഇവിടെ ഒന്നും വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയിട്ട് പോകാൻ വന്നവരുമല്ല. അല്പ വിശ്രമത്തിന് വേണ്ടി ഒരു തണലിരിക്കുക നമ്മളൊക്കെ പോ. ആദം നബീനെ സ്വർഗത്തിലാക്കി പടച്ചവൻ പിന്നാടുന്ന് പുറത്താക്കി. എന്നിട്ട് ആദമിനോട് ഇറങ്ങി കഷ്ടപ്പെട്ട് സ്വർഗത്ത് കയറിക്കനിയും. ആദം നബിക്ക് ശേഷം വന്ന ആദമിന്റെ മക്കളാ നമ്മൾ. കുറച്ചൊക്കെ കഷ്ടപ്പാടും ത്യാഗവും ചെയ്ത് സ്വർഗത്ത് കയറാൻ, അല്ലാണ്ട് ദുനിയാവിലെ സ്വർഗം ഉണ്ടാക്കാൻ വന്നവരല്ല. ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് കുടുംബം. അത് ഉണ്ടാക്കാൻ പറ്റാത്തവൻ ആഖിറത്തിലെ സ്വർഗം ഉണ്ടാക്കാൻ പരക്കം പായാണ്. രണ്ടും ഇല്ലാണ്ടായിപ്പോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന 11-ാം തീയതി 11 നമ്മളെ പ്രൊഫക്സൽ നടക്കുന്നുണ്ടല്ലോ പെരിന്തൽമണ്ണ വെച്ച്. അതിലേക്ക് നിങ്ങളെ കുടുംബത്തിനെയും മക്കളെയും ഒക്കെ കൊണ്ടുവരിക. എല്ലാവരും കേൾക്കട്ടെ, അറിയട്ടെ. അന്നത്തെ ദിവസങ്ങൾ മാറ്റി വെക്കി, എല്ലാ ഏർപ്പാടും, എല്ലാ തിരക്കും. ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട്, എനിക്കിങ്ങളിൽപ്പെട്ട ഡോക്ടർ നൗഫൽ അടക്കമുള്ള പല ആളുകളെയും പരിചയം ദീനുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ്, അല്ലാണ്ട് എന്റെ ഡിഗ്രി വെച്ചിട്ടല്ല. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്, കോഴിക്കോട് എം ഹൈസ്കൂളിൽ. ശനിയും ഞായറുമാണ് എനിക്ക് ഒഴിവുണ്ടാകുക. പക്ഷെ 2 ദിവസവും ഞാൻ വീട്ടിലുണ്ടായില്ല. ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പടച്ചോൻ തന്നൊരു കഴിവും അള്ള തന്നൊരു നിമിത്തവും ഇതാണെന്ന് വിശ്വസിച്ച് ഓടുകയാണ് ഞാൻ. നിങ്ങൾക്ക് ഒരുപാട് നിമിത്തങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. മക്കളിലൂടെ മരിച്ചാലും കബറിലേക്ക് കിട്ടാനുള്ള ഒരു കുടുംബമായിട്ട് ഒരുക്കുക. അതിന് വരാനിരിക്കുന്ന ഈ പ്രൊഫക്സലും പ്രോഫ്കോണിലും ഹൈസെക്കിലും ഒക്കെ നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും ചേർത്ത് നിർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനോഹരമായിട്ട് റബ്ബിന്റെ ദുനിയാവിലെ സ്വർഗതുല്യമായ ഒരു ജീവിതം നയിക്കാൻ, ക്ഷമിച്ചും സഹിച്ചും ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വാക്കുകൾ എവിടെയെങ്കിലും ഇതൊന്നും പൂർണ്ണമല്ലാന്ന് എനിക്കറിയാം. ഒരു 3 മണിക്കൂർ എടുത്താലും പറഞ്ഞാൽ തീരാത്തത്രയാണ് കുടുംബം. എന്നാൽ ഒരു സൂചന ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് സ്വീകരിക്കുക. ഇത്രേ ഉള്ളൂ. നാളെ അള്ളാന്റെ മശറയില് എന്നെ മുൻനിർത്തി പടച്ചങ്ങളെ കൊണ്ടുവരും. ഞാൻ പറയൂ, റബ്ബെ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങളോടാണ് റബ്ബിന്റെ ചോദ്യം. അതുകൊണ്ട് ഇതിനേക്കാൾ റബ്ബിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും റബ്ബിന്റെ ഏറ്റവും നല്ല സ്നേഹവും പരിഗണനയും കിട്ടുന്ന, റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു കുടുംബമായി ജീവിക്കാൻ നമ്മളെ മക്കൾക്കും നമുക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാദാ, പിശാചിന്റെ ഇടപെടലുകളിൽ നിന്നും ഞങ്ങളെ മക്കളെയും അവരുടെ കുടുംബ ജീവിതത്തെയും ഞങ്ങളുടെ ദാമ്പത്യത്തെയും നീ കാത്തു രക്ഷിക്കണമേ. ലോകത്തിന്റെ നാനാഭാഗത്ത് വേദനിക്കുന്ന ആളുകളുടെ കണ്ണുനീര് എളുപ്പം നീ പ്രയാസങ്ങളെല്ലാം നീക്കിക്കൊടുത്ത് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പുലരിയിലേക്ക് ഓരോ രാജ്യത്തിനും ഞങ്ങളെ സഹോദരങ്ങൾക്കും നീ സമാധാനം നൽകണമേ. വേദനയേറിയ പരീക്ഷിക്കപ്പെടുന്ന സുക്കേടുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമേ. അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. നാദാ, അറിവ് നേടാനും ആ അറിവ് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അവനവന്റെ പ്രൊഫഷനുകളിൽ നിന്നുകൊണ്ട് തന്നെ അത് പ്രയോഗിക്കുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമയാകാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, നിന്റെ വെറുപ്പല്ലാതെ മറ്റേതു വെറുപ്പും നാദാ ഞങ്ങളെ ബാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളോട് വെറുക്കാതെ ഞങ്ങളുടെ തെറ്റുകൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.